നമസ്കാരം. കുതിപ്പിന് കടക്കൽ കത്തിവെക്കുന്നതാര്? എന്തുകൊണ്ടാണ് അതിക്രമങ്ങളും ക്രിമിനൽ കുറ്റകൃത്യങ്ങളും അനാചാരങ്ങളും ആഭിചാര പ്രവൃത്തികളും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നത്? പുരോഗമന ചിന്താഗതിയും സാംസ്കാരിക ഔന്നത്യവും ഒക്കെ അവകാശപ്പെടുന്ന നവോത്ഥാന കേരളത്തിലാണ് ഈ അവസ്ഥയെന്ന് മനസ്സിലാക്കണം. അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുടെ സംരക്ഷണമാണ് കുറ്റവാളികളുടെ പ്രധാന പരിച. ആ പരിച ധരിച്ച് അവർ മറ്റുള്ളവരുടെ മേൽ അക്രമം അഴിച്ചുവിടും, സമൂഹത്തിൽ അസ്വസ്ഥത വിതയ്ക്കും. ഒരു കാരണവശാലും അക്രമവും അനീതിയും അനുവദിക്കില്ലെന്ന് പറയുക മാത്രമല്ല, അത് നടപ്പാക്കുകയും ചെയ്യുന്ന നേതാക്കളും ഭരണാധികാരികളും ഇല്ലാതാവുന്നു എന്നതാണ് സമൂഹവും ഇപ്പോൾ അനുഭവിക്കുന്ന ദുര്യോഗം. കൊലക്കേസ്, മയക്കുമരുന്ന്, സ്വർണ്ണക്കടത്ത് കേസുകളിലെ പ്രതികളുടെ രാഷ്ട്രീയ ബന്ധങ്ങളും അവർക്ക് കിട്ടുന്ന സംരക്ഷണവും അടുത്ത കാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. കലാലയ രാഷ്ട്രീയത്തിൽ പോലും ക്രിമിനൽ സംഘങ്ങളുടെ അഴിഞ്ഞാട്ടം നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്നു. അതിന്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങൾ നിരവധിയാണ്. ഒരു വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തകരെ ക്രിമിനലുകൾ എന്ന് വിളിക്കുന്നത് സംസ്ഥാന ഗവർണറാണ്. അത് ഗവർണറും സർക്കാരും തമ്മിലുള്ള രാഷ്ട്രീയ തർക്കത്തിന്റെ ഭാഗമാണെന്ന് പറയുന്നവരുണ്ടാകാം. സെനറ്റിലേക്കുള്ള വിദ്യാർത്ഥി പ്രതിനിധികളുടെ നോമിനേഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരുന്നു സംസ്ഥാനത്തെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ പറ്റിയുള്ള ഗവർണറുടെ പരാമർശം. ഈ വാക്പോര് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പൂക്കോട്ടും കാര്യവട്ടത്തുമൊക്കെ അരങ്ങേറിയ അക്രമ സംഭവങ്ങൾ ഗവർണറുടെ പരാമർശത്തിന് ബലം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാവും SFIയുടേത് പ്രാകൃത സംസ്കാരമാണെന്ന് ഭരണമുന്നണിയിലെ സഖ്യകക്ഷിയായ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് പറയേണ്ടി വന്നത്. ആശയങ്ങളില്ലാത്തവരാണ് അക്രമം നടത്തുന്നതെന്ന് അദ്ദേഹത്തിന്റെ അഭിപ്രായം സമകാലിക സാഹചര്യങ്ങളോടുള്ള ശരിയായ വിലയിരുത്തൽ തന്നെയാണ്. പൂക്കോട് സംഭവത്തിൽ ഉൾപ്പെട്ടവരെ SFI നാമധാരികൾ എന്ന് മുൻ MP സുരേഷ് കുറുപ്പ് വിശേഷിപ്പിച്ച കാര്യവും ബിനോയ് വിശ്വം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ജനങ്ങളോട് ധാർഷ്ട്യത്തോടെയുള്ള പെരുമാറ്റം മുകൾ തട്ട് മുതൽ താഴെ തട്ട് വരെയുള്ള പാർട്ടി പ്രവർത്തകർ തിരുത്തണമെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറയുന്നതും സമകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തിയാണ്. അക്രമങ്ങളെ രക്ഷാപ്രവർത്തനവുമായി ചിത്രീകരിച്ച് വെള്ള പൂശിയതുകൊണ്ടായില്ല. അക്രമത്തെ പരസ്യമായി നിഷേധിക്കാൻ നേതാക്കൾക്ക് കഴിയണം. ശക്തമായ മുന്നറിയിപ്പുകളെ അത്ര കണ്ട് അവഗണിക്കാൻ അണികൾക്ക് കഴിയില്ല. അഥവാ അത് നിരാകരിക്കപ്പെടുന്നുവെങ്കിൽ നേതൃത്വത്തിന്റെ ധാർമ്മിക ശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. വഴിയിൽ കെട്ടിയ ചെണ്ടയല്ല SFI എന്ന് ബിനോയ് വിശ്വത്തിന് AK ബാലൻ മറുപടി കൊടുക്കുമ്പോഴും തിരുത്തേണ്ടത് തിരുത്താൻ ആ സംഘടനയ്ക്ക് കഴിയുമെന്ന് ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രതികരണം മാറ്റത്തിനുള്ള വഴിയൊരുക്കണം. അത് വാക്കുകളിൽ മാത്രമല്ല, നിയമപരമായ നടപടികളിലൂടെയും വ്യക്തമാക്കണം. കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ പ്രിൻസിപ്പൽ രണ്ടു കാലിൽ നടക്കില്ലെന്നും വേണ്ടി വന്നാൽ പ്രിൻസിപ്പലിന്റെ നെഞ്ചത്ത് അടുപ്പ് കൂട്ടുമെന്നും പരസ്യമായി പ്രസംഗിച്ച വിദ്യാർത്ഥി നേതാവിനെതിരെ ഇനിയും കേസെടുത്തിട്ടില്ല. എന്നാൽ വിദ്യാർത്ഥി നേതാവിനെ മർദ്ദിച്ചെന്ന കേസിൽ കോളേജ് പ്രിൻസിപ്പലിന് അറസ്റ്റിന് മുന്നോടിയായുള്ള നോട്ടീസ് പോലീസ് നൽകിക്കഴിഞ്ഞു. 3 വർഷത്തിൽ താഴെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ചെയ്തിരിക്കുന്നുവെന്നും എപ്പോൾ വിളിച്ചാലും ഹാജരാകണമെന്നുമാണ് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്. പ്രിൻസിപ്പലിന് പോലീസ് സംരക്ഷണം നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. മലപ്പുറം എടപ്പാളിൽ നോക്കുകൂലി പ്രശ്നത്തിൽ ഒരു കൂട്ടം തൊഴിലാളികളുടെ മർദ്ദനം പേടിച്ച് കെട്ടിടത്തിൽ നിന്നും ചാടിയ 21 വയസ്സ് പ്രായമുള്ള മറ്റൊരു തൊഴിലാളി 2 കാലും ഒടിഞ്ഞ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായി. നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിലേക്കുള്ള ഇലക്ട്രിക്കൽ സാധനങ്ങൾ ലോറിയിൽ നിന്ന് ഇറക്കുമ്പോൾ വ്യാഴാഴ്ച രാത്രിയായിരുന്നു സംഭവം. സാംസ്കാരിക കേരളത്തിന് അപമാനകരമായ സംഭവങ്ങളുടെ പട്ടികയിലേക്ക് ഇതാ ഒരു കൂടോത്ര വിവാദവും. കണ്ണൂരിൽ KPCC പ്രസിഡന്റ് K സുധാകരന്റെ വീട്ടുപറമ്പിൽ നിന്ന് ചെമ്പുതകിടും ആൾരൂപവും കുഴിച്ചെടുക്കുന്നതിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. 1.5 വർഷം മുമ്പെടുത്ത വീഡിയോ ആണിതെന്ന് സുധാകരൻ പറയുന്നു. KPCC പ്രസിഡന്റ് ആയിരിക്കെ VM സുധീരന്റെ വീട്ടിൽ നിന്നും പലതവണ ഇത്തരം കൂടോത്ര വസ്തുക്കൾ കണ്ടെടുത്തതായും വാർത്തയുണ്ട്. രണ്ടിടത്തും ഇതൊക്കെ കണ്ടെടുക്കാൻ സഹായിച്ചത് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആയിരുന്നുവെന്നും പറയപ്പെടുന്നു. എന്തായാലും കേരളത്തിന്റെ നവോത്ഥാന ചരിത്രം പുതിയ വഴിത്തിരിവുകളിലൂടെ ഇനിയുമേറെ മുന്നോട്ടു പോകേണ്ടതുണ്ട്. നന്ദി, നമസ്കാരം.